ഹായ് കൂട്ടുകാരെ, നല്ല വിശപ്പ്. വേറെ 4-5 ഡേറ്റ്സില്ലേ ഈത്തപ്പഴം വെള്ളത്തിലിട്ട് വെച്ചാണ്. ഇതൊരു മധുരത്തിന്, പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ഇത് ഗുണങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു റോബസ്റ്റ്, ഈ റോബസ്റ്റും ഇതുകൂടെ പാലിലടിക്കാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അങ്ങനെ 2 പീസാക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇത് ഇതിലേക്ക് ഒഴിക്കുക, പാലും ഡേറ്റ്സും. പാലും ഡേറ്റ്സും അല്ല, പഴവും ഡേറ്റ്സും. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പാലും ഒഴിക്കുക. ഈ പാല് പച്ചയ്ക്ക് നമുക്ക് കുടിക്കാം, കാരണം അത് പാസ്ചറൈസ്ഡാണ്, നന്നായി അവർ ബോയിൽ ചെയ്തതാണ്. പിന്നെ നമ്മൾ തിളപ്പിക്കണമെന്നൊന്നുമില്ല. ചില ആൾക്കാർക്ക് അത് അറിയില്ല, അറിയാത്തവരുണ്ടാവും. നന്നായി തിളപ്പിച്ച് പിന്നെ തണുപ്പിച്ച് എന്നിട്ടത് ജ്യൂസ് അടിക്കണം, അതിൻ്റെ ആവശ്യം ഇല്ല. അതിങ്ങനെ പറയുന്നുണ്ടല്ലോ. നന്നായി മിക്സിയിലിട്ട് അരക്കുക, എന്നിട്ട് ഇതാണ് നന്നായി അരച്ചെടുക്കുക. എന്നിട്ട് അരച്ചെടുത്തിട്ട് നമ്മളിതിൽ ഡേറ്റ്സ് ഒക്കെ ഇട്ടതുകൊണ്ടേ മധുരം ഉണ്ടാവും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നല്ല മധുരം ഉണ്ടാവും കേട്ടോ. ഇതൊരു എനർജി ഡ്രിങ്ക് ആയിട്ട് നമുക്ക് പണിയെടുക്കേണ്ട ഇടയിൽ കൂടെ നമുക്ക് സ്ത്രീകൾ കുടിക്കാം. നമ്മളെ ആരോഗ്യം ശ്രദ്ധിക്കുകയില്ല. കുറേ പണിയെടുക്കും, കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, ഹസ്ബൻഡിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, എല്ലാം ചെയ്യും. പക്ഷെ നമ്മളെ ശരീരം ശ്രദ്ധിക്കുകയില്ല. പിന്നെ നമ്മളൊരു മുക്കിലാവുമ്പോഴാണ്. ഇപ്പോൾ എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ, മേലാകെ വേദനയും ക്ഷീണവും എല്ലാമാണ്. അപ്പോൾ ഞാനൊന്നും കഴിച്ചിട്ടില്ല. 10 മണിയായി, കുട്ടികളൊക്കെ സ്കൂളിൽ പോയി, അവർക്ക് ഫുഡ് കൊടുത്ത് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോഴേക്കും എനിക്ക് എന്താ പറയുക, കുഴയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി അങ്ങോട്ട് കുടിക്കും. ഇതാകുമ്പോൾ ചവക്കും വേണ്ടല്ലോ. ഫുഡ് ചവക്കാൻ നല്ല മടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ പെട്ടെന്നാണ് കുടിക്കും. അത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു എനർജിയാണ്. അതിൽ പിന്നെ വീണ്ടും എന്തെങ്കിലും കുറേ പണികൾ ചെയ്യും, എന്നിട്ടാണ് ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കാതിരിക്കുള്ളൂ. ബൈ, ടാറ്റാ.